ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു കിഡ്ലൻ സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു 18+ സീരീസ് ആണ്. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത സീരീസാണ്. സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സത്യസന്ധനായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും നമ്മുടെ നായകൻ. നായകന് എന്താ പറയുക, കൈക്കൂലൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ നായകനൊരു പൈസ അത്രയും കാലത്തെ ഒരു സമ്പാദ്യം ഒരു ബാങ്കിലിടുകയാണ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ആ ബാങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആ ബാങ്ക് അടച്ചു മൂടുകയാണ്. അപ്പോൾ അത്രയും കാലം അധ്വാനിച്ച പൈസ നായകന് നഷ്ടമാവുകയാണ്. അപ്പോൾ നായകന് ജീവിത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈഫ് ഉണ്ടാവും, 2 മക്കളുണ്ടാവും. അങ്ങനെ ഒരുപാട് പണത്തിൻ്റെ ആവശ്യം വരികയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ നായകൻ നിൽക്കൽക്കള്ളി ഇല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോലി തിരഞ്ഞെടുക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് വർക്കറായിട്ട് ജോലി ചെയ്യാൻ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് 9 എപ്പിസോഡുകൾ അടങ്ങുന്ന ഈ ഒരു സീരീസിൽ പറഞ്ഞു പോകുന്നത്. സീരീസിൻ്റെ പേര് വരുന്നത് ത്രിഭുവൻ മിശ്ര CA ടോപ്പർ എന്നാണ് ഈ ഒരു സീരീസിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി സീരീസാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9 എപ്പിസോഡുകളാണുള്ളത്. എവറേജ് ഒരു 50 മണിക്കൂർ ആ ഡ്യൂറേഷനിൽ വരുന്ന എവറേജ് ഡ്യൂറേഷൻ വരുന്ന 9 എപ്പിസോഡുകൾ, ഏകദേശം 8.5 മണിക്കൂർ എടുത്ത് ഈ ഒരു സീരീസിൻ്റെ ടോട്ടൽ ദൈർഘ്യം വരുന്നുണ്ട്. ഒരു കോമഡി, ക്രൈം, ഡ്രാമ, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. 9 എപ്പിസോഡുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ 5 എപ്പിസോഡ് കിഡ്ലനായിരുന്നു. സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കോമഡിയുടെ എല്ലാ നായകൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്ന ആ കാര്യങ്ങളൊക്കെ, നായകൻ്റെ പെർഫോമൻസ് ഒക്കെ സൂപ്പറായിരുന്നു എന്ന് പറയാം. അതിനുശേഷം 5 എപ്പിസോഡുകൾക്ക് ശേഷം പിന്നെ അങ്ങോട്ട് 6, 7, 8, 9 ഈ 4 എപ്പിസോഡുകൾ കുറച്ച് നീട്ടി വലിച്ച് നീളം കൂട്ടി കൊണ്ടുവന്ന പോലെ തോന്നി. ഒരു 7, 8 എപ്പിസോഡ് തീർക്കായിരുന്നു. ഒരു 8 എപ്പിസോഡിൽ ഈ ഒരു സീരീസ് തീർത്തിരുന്നെങ്കിൽ ഒരു കിഡിലൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മികച്ച രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളാണ് നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. സംഭവം ഓരോ എപ്പിസോഡ് ഞാൻ പറഞ്ഞു ഏകദേശം 1 മണിക്കൂറിനടുത്ത് ദൈർഘ്യം വരുന്നുണ്ട്. 8.5 മണിക്കൂറാണ് ഈ സിനിമയുടെ ഈ സീരീസിൻ്റെ ടോട്ടൽ ദൈർഘ്യം വരുന്നത്. എന്തായാലും ഒരു തവണ കണ്ടു നോക്കാതെ ഒരു കിഡ്ലൻ സീരീസ് തന്നെയാണ് CA ടോപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ത്രിഭുവൻ മിശ്ര CA ടോപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് 18+ സീരീസാണ്. അത് കണ്ടു നോക്കുക. അത് അത് മനസ്സിൽ വെച്ച് കാണുക. വയലൻസ് ഉണ്ട്. അതുകൂടാതെ അഡൽട്ട് കണ്ടന്റ് വേറെ ഉണ്ട്. കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നുള്ളത് നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. എനിക്ക് ഈ സീരീസ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിൽ എൻഡിങ് ഇല്ല. എൻഡിങ് പറഞ്ഞാൽ സെക്കൻഡ് സീസൺ വേണ്ട ഒരു സംഭവം വെച്ചിട്ടാണ് അവർ എൻഡ് ചെയ്യുന്നത്. എന്തായാലും കണ്ടു നോക്കുക. അടുത്തൊരു സീസണിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ ഈ ഒരു സീരീസിൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 5 എപ്പിസോഡ് കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ കയറി വരുന്നതാണ് ഒരു നെഗറ്റീവായിട്ട് ഈ ഒരു സീരീസിൽ എനിക്ക് തോന്നിയത്. പിന്നെ പെർഫോമൻസുകളും മറ്റുള്ള ടെക്നിക്കൽ സൈഡുകളൊക്കെ നല്ല മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നൊരു സീരീസാണ് കേട്ടോ അത്. ഞാനും ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സാധാരണ ഞാൻ അപ്ഡേറ്റ് വരുന്ന പേജുകളൊക്കെ നോക്കിയ സമയത്ത് ഈ ഒരു സീരീസിനെ കുറിച്ച് എവിടെയും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ സീരീസ് പറഞ്ഞപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കണ്ടു നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് കാണാൻ തോന്നി. അങ്ങനെ കണ്ട് അവസാനം വരെ അറ്റിരിപ്പിനല്ല, ഇന്നലെ മെനഞ്ഞാന്നായിട്ട് കണ്ടു തീർത്താണ്. അത് ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ, ഒന്നിലെ മെഞ്ഞാന്നായിട്ട് കണ്ടു തീർത്താണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. ഒറ്റയിരുപ്പിനോ കണ്ടു തീർക്കാൻ 8 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ ഒറ്റയിരുപ്പിനോ കണ്ടു തീർക്കുകയാണെങ്കിൽ അത്രയും മികച്ച ഒരു സീരീസ് ആയിരിക്കണം. പക്ഷേ എന്നാലും കണ്ടിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു സീരീസ്. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു, മേക്കിംഗ് ഒക്കെ നന്നായിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവർ. കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ്. തമിഴ് അവൈലബിൾ ആണ്. ഹിന്ദി, തെലുങ്ക് ഈ 3 ഭാഷകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണെന്നത് വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.